ഹലോ ഗായ്സ്. ഗോവ ട്രിപ്പ് കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത് ട്രെയിനിലായിരുന്നു. അപ്പോൾ ട്രെയിനിൽ നിന്ന് തന്നെ എന്തൊക്കെ ഫുഡുകളാണ് കഴിച്ചതെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, വെജും നോൺ വെജും. അതിൽ വെജിൽ നമുക്ക് ഒരു പൊട്ടാറ്റോ കട്ട്ലേറ്റ് വരുന്നുണ്ട്, നോൺ വെജിൽ ഓംലെറ്റുമാണ് വരുന്നത്. പിന്നെ ബ്രെഡും ബട്ടറും അങ്ങനെയുള്ള, പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ചിന് വരുന്നത് ഒരു ഒരു കറി, ഒരു പനീർ കറിയാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു പൊട്ടറ്റോ ഫ്രൈ ഉണ്ടായിരുന്നു, ചപ്പാത്തി, റൈസ്. പിന്നെ നമുക്കൊരു കേർഡിൻ്റെ ഒരു ഇതും കൂടെ കിട്ടും കേട്ടോ. പിന്നെ 4 മണിക്കായിരുന്നു സംഭവബഹുലമായ ട്രീറ്റ് ഉണ്ടായിരുന്നത്. ചായ, അതിൻ്റെ കൂടെ കുറേ സ്നാക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ചധികം സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ ഈവനിങ്ങിൽ ചായയുടെ കൂടെ. അതിലിത് ഈ ഐറ്റമൊന്നും ഞാൻ നേരത്തെ കഴിച്ചിട്ട് പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഒരു സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, പിന്നെ ഒരു സോന പപ്പടി ഉണ്ടായിരുന്നു, പിന്നെ പാക്കറ്റിൽ വരുന്ന 2-3 സാധനങ്ങളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചേച്ചി ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, വളരെ ഭംഗിയുള്ള ഊള ചായ. ഇനി അടുത്തത് ഞാൻ ചായ ഉണ്ടാക്കാൻ ഇതായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന സാൻഡ്വിച്ച്. അതിൻ്റെ ഉള്ളിൽ എന്താ വരുന്നതെന്നറിയില്ല, ഒരു ക്യാരറ്റിൻ്റെ എന്തോ ഒരു ഫില്ലിംഗ് ഉള്ള പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം അത് ഓറഞ്ച് കളറിൽ എന്തോ ഉണ്ടായിരുന്നു. കഴിച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ല, എന്നാലും ടേസ്റ്റൊന്നും ഇല്ല. ബട്ട് വിശക്കുന്നത് കൊണ്ടും വേറെ ഒന്നും കിട്ടാത്തത് കൊണ്ടും അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അതേ ഉള്ളൂ ഒരു വഴിയുള്ളത്. എൻ്റെ ചായ ഞാൻ തന്നെ ഉണ്ടാക്കും. പിന്നെ ചായ വരുന്നത് ചായ ആയിട്ടല്ല, നമുക്ക് കുറച്ച് ചൂടുവെള്ളവും പിന്നെ ടീ ബാഗും ഷുഗറും ഒക്കെ തന്നിട്ടുണ്ടാകും. നമ്മൾ തന്നെ അത് നമുക്ക് വേണ്ട കടുപ്പത്തിൽ ചായ ആക്കി എടുക്കണം. പാൽപ്പൊടിയും തരും കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കുക. പിന്നെ ടേസ്റ്റ് എന്ന് പറയാനായിട്ട് അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അടുപ്പിലൊക്കെ വെച്ചുണ്ടാക്കുന്ന ചായയുടെ അത്രയൊന്നും വരില്ല, എന്നാലും കുഴപ്പമില്ല കുടിക്കാൻ. ആ ട്രെയിനിൻ്റെ ഉള്ളിൽ വേറെ ചായ അങ്ങനത്തെ സ്നാക്സ് ഒന്നും വരില്ല. നമുക്ക് ട്രെയിനിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് മാത്രമായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ പിന്നെ എന്തായാലും നമ്മളിതൊക്കെ കഴിച്ചും കുടിച്ചൊക്കെ പറ്റുള്ളൂ. ഇനി സാൻഡ്വിച്ച് കുഴപ്പമില്ല, വലിയ ടേസ്റ്റൊന്നും പറയാൻ പറ്റത്തില്ല. നോർമൽ ബ്രെഡിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഫില്ലിങ്, അതെന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ടത് എന്താണ് സംഭവമൊന്നും അറിയത്തില്ല കേട്ടോ. നെക്സ്റ്റ് ഞാൻ പൊട്ടിക്കുന്നതാണ് ഒരു അടാറായിട്ട്. അതെന്താണെന്ന് അറിയാൻ വയ്യാതെയാണ് ഞാനത് കഴിക്കാൻ പോകുന്നത്. പിന്നെ കഴിച്ചതിൽ കുഴപ്പമില്ലാതെ നോർമലായിട്ട് തോന്നി ഈ ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കുഴപ്പമില്ല, നമുക്കിങ്ങനെ മിക്സ്ചർ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്, കുറച്ച് മധുരമൊക്കെ ഉള്ളത്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അടിപൊളിയായിട്ട്. പിന്നെ രാത്രിയിൽ ഞാനൊരു ഐസ്ക്രീം മാത്രമേ കഴിച്ചുള്ളൂ. നമുക്ക് ഫുഡിൻ്റെ കൂടെ ഒരു ഐസ്ക്രീമും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് മാത്രമേ കഴിച്ച്. അങ്ങനെ ഇതൊക്കെയായിരുന്നു ട്രെയിനിൽ നിന്ന് കിട്ടിയ ഫുഡിൻ്റെ എക്സ്പീരിയൻസ്.